ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ ചിക്കൻ നന്നായി കഴുകിയെടുത്ത ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് കറിവേപ്പില, സവാള അരിഞ്ഞത്, കുരുമുളക് പൊടി, ഓയിലൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. 1 സ്പൂൺ കോൺഫ്ലവറും ചേർക്കുക. 1 സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ വയ്ക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ചെറിയ പരുവത്തിൽ ഒന്ന് വറുത്ത് കോരി എടുത്താൽ മതി. ഈ പരുവത്തിൽ ചിക്കൻ വറുത്ത് കോരി എടുക്കുക. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. പാനിൽ എണ്ണ ഒഴിച്ച ശേഷം 20 ചെറുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റുക. ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം 2 തക്കാളി പഴം അരിഞ്ഞിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയ ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ കട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കണം. നന്നായി ഇളക്കുക. അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനി ചിക്കൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കുറുക്കിയെടുക്കുക. ഇപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ഒരു കലത്തിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ചോറ് ഞാൻ കോരിയാണ് എടുക്കുന്നത്. മസാലകളെല്ലാം വെള്ളത്തിലിട്ട് കൊടുക്കുക. ചെറിയ ജീരകം, വലിയ ജീരകം, അരനുള്ളി, ആവശ്യത്തിന് ഗ്രാമ്പൂ, തക്കോലം, പട്ട, ഏലയ്ക്ക, പിന്നെ 1 സ്പൂൺ നാരങ്ങാനീര്, ഞാൻ 1 സ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ്. ഉപ്പിട്ട് കൊടുക്കുന്നു. നല്ലോണം തിളച്ച് കഴിഞ്ഞ് അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ചിക്കൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. ചോറിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, സവാള, മുന്തിരിങ്ങ, മല്ലിയില ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വറുത്ത ഓയിൽ 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. കളറിന് വേണ്ടി 1/2 കപ്പ് പാലിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വയ്ക്കണം. ഇപ്പം ചിക്കൻ ബിരിയാണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുത്.